ഞാനിന്നുള്ളത് തായ്ലാൻഡിലാണ്. തായ്ലാൻഡിലെ പട്ടായയിലാണ്. പട്ടായയിൽ ഒരു കോറൽ ഐലൻഡ് ഉണ്ട്. കോറൽ ഐലൻഡിലെ ഒരു ഫ്രൂട്ട് ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഒരു ചാമ്പങ്ങയൊക്കെ കണ്ടു. അപ്പോൾ നാട്ടിലെ ചാമ്പങ്ങയുടെ രുചി വെച്ചാണ് നോക്കിയത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മധുരമാണ്. ഈ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാൻ തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഒരു പ്രസൻറ്റേഷൻ ഭയങ്കര ഒരു കാര്യമാണ്. നമ്മൾ എത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞാലും പ്രസൻറ്റേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതാണ് ഈ ഐലൻഡിൻ്റെ ആ ഒരു വ്യൂ വരുന്നത്. നല്ല രസമാണ്. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പലരും പോയിട്ടുണ്ടാവും, പക്ഷേ പോയിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ഞങ്ങളിങ്ങനെ ഒരു ബൈക്ക് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ ഐലൻഡ് ഒന്ന് കറങ്ങാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 600 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ബൈക്ക് കിട്ടും. നമുക്കങ്ങനെ കറങ്ങി നടക്കാം. നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡൊക്കെ കാണുമ്പം ഭയങ്കര ഒരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തായ്ലാൻഡിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കാരണം അവിടെ ഈ സിറ്റി ആകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കും ഭയങ്കര ബിസി ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റിഫ്രഷിങ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പം അങ്ങനെ നിങ്ങളിവിടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തായ്ലൻഡിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കോറൽ ഐലൻഡിൽ വരണം. കോറൽ ഐലൻഡിലെ ആക്ടിവിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. കൂടാതെ ഈ ഒരു ബൈക്ക് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് ഈ സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലും കാണണം. നല്ല രസമാണ്. ഞങ്ങളൊരു നട്ടുച്ചയ്ക്ക് ഏപ്രിലിൽ പോയ ട്രിപ്പാണിത്. ഏകദേശം ഉച്ചയ്ക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ ഉച്ചയ്ക്ക് പോലും വെയിലിനൊന്നും അത്രയും വലിയ എഫക്റ്റ് ഒന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് നല്ലൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നടക്കുമ്പോൾ. ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ബൈക്ക് വാടകയ്ക്ക് എടുത്താണ്. പിന്നെ ഇവിടെ ഞങ്ങളൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഐസ്ക്രീംസൊക്കെ എക്സ്പ്ലോർ ചെയ്തു. കാരണം ഇവരുടെ നേറ്റീവ് ടേസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഇവിടെ ഉണ്ട്. അപ്പം നല്ലതാണ്. പക്ഷേ എനിക്ക് അത്രയും വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഓക്കെ, ആവറേജ് അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും ഒരു 5 ഔട്ട് ഓഫ് 10 ഉള്ളൂ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. കാരണം പക്ഷേ ഇവിടുത്തെ വ്യൂ ഭയങ്കരമാട്ടോ. ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റാണ്. ഇവരുടെ വ്യൂ അല്ല, ഈ ദ്വീപിൻ്റെ വ്യൂ അടിപൊളിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മീൻകടയിലോട്ട് ചെന്നു. മീൻകടയെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒന്നും കാണാത്ത സാധനങ്ങൾ. അതായത് ഇവിടെ ഇത് 300 ഇട്ടിരിക്കുന്നത് അവരുടെ തായ്ലാൻഡ് ബാത്താണ്. അത് വരുന്ന ഏകദേശം ഒരു 550 രൂപ 600 രൂപ വരും. പക്ഷേ നല്ലതാണ്. പക്ഷെ നമുക്കിത് കുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ ഇപ്പുറത്ത് ലൈവ് കുക്കിംഗ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഇവരുടെ ഒരു ടേസ്റ്റ് അത്രയും പിടിക്കത്തില്ല. കാരണം നമ്മുടെ നല്ല മസാലയൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല മുളകൊക്കെ ഇട്ട് ചെയ്യുമ്പം ഇവരൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഇതാണ് ഇവർ ചെയ്യുന്നത്. ഈ മീനിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് അത്രയും വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. ഒന്നാമത് നമ്മൾ ടൂറൊക്കെ പോയിരിക്കുന്ന കാരണം നമ്മൾ വെറൈറ്റിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വയറ് പ്രശ്നം വരും. അപ്പോൾ ഇതാണ് ഇവരുടെ ലൈവായിട്ടുള്ള സ്ഥലങ്ങൾ. നമുക്കിവിടെ നിന്ന് എന്ത് വേണേലും കഴിക്കാം. പാറ്റ, പഴുതാര എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഇതാണ് അവരുടെ ബീച്ച്, കോറൽ ഐലൻഡ് ബീച്ചാണിത്. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ഞാൻ പറഞ്ഞ പോലെ നടക്കുന്നുണ്ട്. അതായത്